ഭൂതം കെട്ടി അണക്കെട്ട്, അതാണ് ഭൂതത്താൻ കെട്ട്. Come on, follow me. അയ്യോ. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഭൂതക്കാട്. നമ്മളിപ്പോ പോകുന്ന ഒരു കേവ് പോലത്തെ അവിടെ പോയി വെറുതെ നാടിക്കോ വേണമെങ്കിൽ. കേവല്ല, ഇത് ഭൂതത്താട്. ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂതങ്ങൾ കെട്ടിയ അണക്കെട്ടാണത്. ഒരു പ്രത്യേകതര സ്ഥലമായിട്ടുണ്ട്. വെറും സെറ്റപ്പ് സ്ഥലമാണ്. ഒരുപാട് വഴി നടക്കാണ്ട് വെള്ളം കുടിച്ച് മരിക്കും നമ്മള് പേടിച്ചിട്ട്. കുടിക്കുന്നു കണ്ടാ. നമ്മളിപ്പോ വീണ്ടും ഒരു ഇവിടെ ആരുമില്ല, നമ്മള് മാത്രമേ ഉള്ളൂ. ഇരുട്ടെന്ന് പറഞ്ഞ അമ്മ ഒരു ഇരുട്ടാണ്. ചാടികളും അതെ, വലിയ ഡയലോഗ് ഒന്നും പറഞ്ഞ പേടിയാണ്. ഏത് നിമിഷം ഭൂതങ്ങൾ ചാടും. ഞാൻ പേടിക്കും. 4 ഭൂതം very dangerous zone. Come on. വല്ലാണ്ട് ഡയലോഗ് ഒന്നും പറയില്ല പാപ്പ, നമ്മള് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് പേടിയാവുള്ളൂ. എന്റെ മാതാവ് ഈശോ മിശിഹായേ. ഭൂതങ്ങള് വള്ളിമാടാന്ന് കേട്ടിട്ടുണ്ടോ? ഭൂതം വള്ളിയാടൻ. ഇങ്ങനത്തെ വള്ളിമേണ് പണ്ട് കാലത്ത് ഭൂതങ്ങള് ആടിയിരുന്നത്. വള്ളിയാണിത്. കാരണം എന്റെ പപ്പ ഓണാണ്. അപ്പൊ ഗൈസ്, ഇതാണ് ഭൂതം. ചെരുപ്പ് നമ്മുടെ എല്ലാവരുടെ കാര്യം ഏത് നിമിഷം ആന വരാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. കാരണം നല്ല ആനപ്പിണ്ടത്തിന് മണം വരില്ല. ഇന്നലെ ഇട്ടതാണോ ഇന്നത്തെയാണോ നമുക്കറിയില്ല. പക്ഷെ സംഭവം സെറ്റാണ്. അപ്പൊ നമുക്ക് ജീവനുണ്ടെങ്കിൽ കാണാം. ഭൂതം പിടിച്ചില്ലെങ്കിൽ ആന മലയിലുറുമ്പുണ്ട് ഇവിടെ. ജീവിക്കാനൊട്ട് ആഗ്രഹമില്ല. ഒരു ജാതി ഡയലോഗാണല്ലോ നീ പറയണേ. മനുഷ്യന് പേടിയാണ്. ഒരാളുടെ വലിപ്പമുള്ള മലയിലുറുമ്പ് അതങ്ങനെ കട്ടിച്ചു കഴിഞ്ഞാൽ നമ്മള് സീനാണ്. പിന്നെ മൊത്തം സീൻ. പിന്നെ നമുക്ക് ലൈഫില്ല. കണ്ട പിടിക്കണ്ട, അത് ഒടിഞ്ഞു വീഴൂട്ടാ. നോക്കണേ, പിടിച്ചു പുള്ളപ്പെടുക്കാം. പണ്ട് ഭൂതങ്ങൾ പുള്ളപ്പെടുത്തിരുന്ന സ്ഥലം അത്. അങ്ങനെയാണ് ചില ഭൂതങ്ങൾ പരാജയപ്പെടുന്നത്. അങ്ങനെ പരാജയപ്പെടണ അതല്ല. ഞാനൊന്ന് പറയട്ടെ ഡയലോഗ്, ഞാൻ പറയട്ടെ. അതായത് അങ്ങനെ പരാജയപ്പെട്ടവരാണ് മസിലില്ലാത്ത ഭൂതങ്ങള്. അങ്ങനെ ചെയ്തപ്പോ ശരിയായവരാണ് ഇതുപോലത്തെ മസിലുള്ള ഭൂതങ്ങള്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഗൈസ്, എക്കോ ചെയ്യണത് കേൾക്കണം. ഹലോ 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 ഹലോ. അടിപൊളി അടിപൊളിയാക്ക. പണ്ട് ഭൂതങ്ങൾ ഇതേപോലെ വിസടിച്ചിരുന്നു. അപ്പൊ കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പൊ ഓഫ് ചെയ്തപ്പോ ഒരു ചിലങ്കയുടെ ശബ്ദം കേട്ടോ. കേട്ടോ കണ്ടോ? ചെറു ചിലങ്കയുടെ ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റും. മരം കണ്ടോ? ഇതൊന്നും ഇവിടുത്തെ ഭൂതങ്ങൾ മരം കയറാൻ തോന്നുമ്പോൾ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഭൂതങ്ങൾ ഈ മരത്തിന്റെ മേലേക്ക് ഭൂതങ്ങൾ ഉണ്ടാവും പറയാം. അങ്ങനെ ഇവിടുത്തെ പ്രത്യേകത.
ഒരു പ്രേതത്തിന്റെ തലയോട്ടിയാ? അങ്ങനൊക്കെ ഉണ്ട്. അതിലാണ് ഞാൻ ഇപ്പൊ നിക്കണേ. ഇതെങ്ങാലും ഓക്കെ. ഒരു ഏകദേശം ഞങ്ങള് 3.5 കിലോമീറ്റർ ഇപ്പൊ കാടിന്റെ ഉള്ളിലാണുള്ളത്. കൊടും വനാന്തരത്തിന്റെ ഉള്ളിൽ. ഇനി ഒരു 4.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ കേവ് കാണാൻ പറ്റും. അതായത് ഗുഹ. പ്രേതങ്ങൾ താമസിച്ചിരുന്ന ഗുഹയാണ്. ഒരു പ്രത്യേക തരം ഗുഹയാണ് ഇത്. കണ്ട, ഇവിടെ നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് വഴിയാണ്. പക്ഷെ നമ്മൾ ബുദ്ധിപൂർവ്വം റൈറ്റ് പോകണം. ലെഫ്റ്റ് ഒരിക്കലും പോകരുത്. കാരണം ലെഫ്റ്റ് പോയി അവിടെ വഴിയില്ല. ബിക്കോസ് ലെഫ്റ്റ് അല്ല, റൈറ്റ് ആണ്. ഭൂതം ഭൂതത്തിന്റെ ഭാര്യ കൂടി തല്ലുകൂടുമ്പോ ഭൂതം വീട്ടിൽ നിന്ന് ഇറങ്ങി ദേഷ്യം വരുമ്പോ മരങ്ങളൊക്കെ പിഴുതിങ്ങനെ എറിയും. അങ്ങനെ എറിഞ്ഞ മരാണിത്. ഇതൊക്കെ ഉള്ള കാര്യം കേട്ടോ, ചുമ്മാ പറയുന്നതല്ലോ ഒന്നും. ഇതൊക്കെ ഉള്ള കാര്യമാണ്. ഭൂതങ്ങളുടെ ഭാര്യമാര് ഭയങ്കര ചൊറിച്ചിലാണ്, ഭയങ്കര പ്രശ്നമാണ്. എന്താ എന്റെ മുഖത്തേക്ക് പറഞ്ഞേ? അപ്പൊ ഭൂതങ്ങൾക്ക് ശാന്തി പിടിക്കുമ്പോ കാട്ടിലേക്ക് ഇറങ്ങും, മരങ്ങൾ പിഴുതെറിയും. സത്യത്തിൽ ഇത് ഭൂതത്തിന്റെ കഥയാണ്, നിന്റെ കഥയാണോ? സംശയമുണ്ട്. പൊന്നു അമ്മ വെള്ളം പിടിക്കേ. ദൈവമേ, അറിയില്ല ഇത് എന്തിട്ടാന്ന്. ഇതൊക്കെ ഇനി തിരിച്ച് നടക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇവിടെ ആകെ ഒരു 4 o'clock വരെ ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ രാത്രി വന്ന പ്രശ്നമാണ്. ശരിക്കും ഭൂതത്താൻ കെട്ട്. ഇത് ആൾക്കാർ നടന്നു വരാൻ നോക്കിയപ്പോ ഭൂതം നേരത്തെ പറഞ്ഞ പോലെ ഒരു മരം കട്ടിട്ടിട്ട് ഇവിടെ ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റില്ല. ഈ മരം ഇത്രയ്ക്ക് വലിപ്പുണ്ടായിരുന്നു. ഈ മരം ഇത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ വീണ മരാണ്. എന്നിട്ട് ആൾക്കാർ അവിടെ നിന്ന് വാളും 17 പേര് ഒരു കിലോമീറ്റർ നീളമുള്ള വാളും കൊണ്ടിട്ട് ഇത് മുറിച്ച് 3 ദിവസം നിന്ന് മുറിച്ചിട്ടാണ് ഈ മരം ഇങ്ങനെ മുറിഞ്ഞ് ഇങ്ങനെ കിടക്കണത്. അതിനുശേഷമാണ് ആൾക്കാർക്ക് കിടക്കാൻ പറ്റിയത്. ഇത്രക്കല്ലേ ഉള്ളത്, പക്ഷെ ഇത്ര ഹൈറ്റുള്ള മരമായിരുന്നു. പിന്നെ ചതല് പിടിച്ച് വിജനം പിടിച്ചായതാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ സ്ഥലം. പപ്പ ഒന്നവളെ ഇറക്കി ഇറക്ക്. പതുക്കെ അപ്പൊ ചാടും മോളെ. വലിയ ഹൈറ്റ് ഒന്നും ഓക്കെ, പൊക്കോ. ഭൂതത്തിന് ശിങ്കിടിയേച്ച് കൊരങ്ങന്മാരായിരുന്നു. കൊരങ്ങന്മാർക്ക് എവിടെയും ഓടിച്ചെല്ലാൻ എത്താൻ വേണ്ടിയാണ് ഈ പള്ളികൾ അവിടെ. ഓക്കെ, അതായത് കൊരങ്ങന്മാരെ കാവലി നിർത്തും ഭൂതം. ഭൂതത്തിന് വലിയ ആക്രമിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ആ കൊരങ്ങന്മാർ ഈ വള്ളി തൂങ്ങി ഇങ്ങനെയാണ് കൊരങ്ങന്മാര് വന്ന് ഇവിടെ കാവല് നിൽക്കും. അങ്ങനെ ജാതി ഇതുപോലെ കൊരങ്ങന്റെ ഡൂപ്പ് ഞാൻ കാണിച്ചത്. കാരണം ഞാനാണ് ഡമ്മി. അവർ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞൊരു കാര്യമാണ്, ഈ കാട്ടിൽ ആനയുണ്ട് അത്രേ. ആനേനെ എവിടെയോ കണ്ടു, അതുകൊണ്ട് സൂക്ഷിച്ച് പോകണം. ഈ മരം കണ്ട, ഈ മരത്തിന്റെ ഒരു കഥയുണ്ട്. അതായത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതിൽ അരുവിയാണ്, വെള്ളം ഒഴുകും. അപ്പൊ ഭൂതത്തിന് കാല് നനയുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഭൂത ഒരു ദിവസം വന്നിട്ട് ഒരു മരം തട്ടിട്ടിട്ട് ഇതേപോലെ ഈ പാലത്തും ഇതും കൂടെ ഇങ്ങനെ നടക്കും. അടികൂടെ വെള്ളം പോകും. കാരണം ഭൂതത്തിന് കാല് നനഞ്ഞ ആൾക്ക് ഭയങ്കര ചെലിപ്പാൾക്ക് ചെരുപ്പിടുന്ന ശീലം ഭൂതത്തിനില്ല. ഈ പാലത്തും കൂടെ ഇങ്ങനെ നടക്കും. എന്നിട്ട് ഇവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് എന്തിട്ട് ചെയ്യാന്നറിയോ? ഈ മരം ഭൂതം തള്ളി നേരെയാക്കും. കാരണം വേറെ ആരും ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി. തീ പൊള്ളുന്ന വെള്ളം ചൂടാണ്. ഓക്കെ, ബോയിലിംഗ് വാട്ടർ വിത്ത് 100 degrees Celsius. പക്ഷെ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഭൂതം. എന്റെ പൊന്നുമാതാവേ, എന്തെല്ലാം കഥകളാണ്. നമ്മുടെ imagination skills is really amazing. Bro, guys, not started. Oh my god. കാലത്ത് വന്ന ആൾക്കാരത് പറഞ്ഞോളാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഈ ഭൂതങ്ങൾ തന്തൂരി ഫ്രൈ ചെയ്യുക. ആ സ്റ്റിക്കിലില്ലേ, ഇതിലിങ്ങനെ കോക്കും ചിക്കൻ അമ്മൂന് വിശന്ന് തുടങ്ങിയതിന്റെ തെളിവാണ് പപ്പ ഫുഡ്. ഓക്കെ, ജോലി
കേറില്ലേ പൊന്നു അത്ര അടുത്ത് പോകണ്ട പൊന്നു. അവിടെ ലോങ് പോയിട്ട് നല്ല മരം കിട്ടണം. പറ. കണ്ടോ ഗൈസ്, ഇതാണ് ഭൂതത്തിന്റെ ഗസ്റ്റ് ഹൗസ്. തറവാട്ട് അല്ലാണ്ട് ഇടയ്ക്ക് എന്താ പറയാ ഒരു അഡ്വഞ്ചർ ഒക്കെ ആയിട്ട് ഭൂതം ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിക്കും. അതാണ് ഈ ഗസ്റ്റ് ഹൗസ്. അമ്മു അത്ര ഉള്ളിലേക്ക് പോവല്ലേ, ഗസ്റ്റ് ഹൗസ് കാണിച്ചത് അമ്മക്ക് പേടിയാവണം. അല്ലാണ്ട് ചിലപ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് വല്ലാണ്ട് കയറി പോയി ചിലപ്പോൾ നമ്മൾ ലോക്ക് ചെയ്യും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അമ്മു അതിന്റെ ഉള്ളിൽ പോവല്ലേ അമ്മു. പൊന്നു കയറി നോക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുള്ളൂ കേട്ടോ എന്നിട്ടാ. എനിക്ക് പേടിയാവണം. ശരിക്കും പേടിയാവട്ടെ അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോ. ഇവിടെ നിൽക്കും മാമ, ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. മങ്കി പോലെ ക്യാമറമാന് ചെറുതായിട്ട് പ്രശ്നം പിടിച്ച മോളെ. സൂം ചെയ്തു, ഉള്ളു കാണുന്നുണ്ട്. അത്ര മതിയാണ്ടാ. ടോർച്ച് അടിച്ച് ഞാൻ നോക്കണേ. വേണ്ട വേണ്ട, നീ ഒന്ന് മിണ്ടാണ്ടേ പൊന്നു. എന്താ പ്രശ്നം മതിയാണ്ടാ. അപ്പൊ എനിക്കൊന്ന് പപ്പ ടോർച്ച് അടിച്ച് നോക്കണം നമുക്ക്. നോക്കാം പപ്പ, ജസ്റ്റ് ഒന്ന് ഒരു ഗൈസ്. ശരിക്കും അത് ഭയങ്കര അറ്റുണ്ട്, പക്ഷെ പോയാൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടാവില്ല. നമ്മൾ പോവാട്ടോ. ഓക്കെ, ടോർച്ച് അടിക്കാൻ നിന്റെ ടോർച്ച് ഉണ്ടാ? ഏത് നിന്റെ ബാക്കിൽ ഫോൺ? ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കി. ചേച്ചി ഇറങ്ങി ചേച്ചി, എന്റെ കയ്യിലെ ടോർച്ച് എനിക്ക് കാണണം. ഫ്ലാഷ് ഓൺ ആയിട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, അത് കാണാൻ പറ്റില്ല മര്യാദയ്ക്ക്. എൻ്റെ ഫോൾട്ടല്ല, ഇതിൻ്റെ നമുക്ക് ഇറങ്ങാം. സേഫ് ഈ ഊഞ്ഞാലാണ് ഭൂതം ഓണം വിഷു ഒക്കെ വരുമ്പോൾ ഊഞ്ഞാലവിടെ വരുന്ന സ്ഥലം. അത് ഭൂതം കെട്ടിയിട്ട് ഊഞ്ഞാലത് കണ്ടോ, ഇതാണ് ഊഞ്ഞാൽ. മാറിക്ക് അമ്മു. ഞാൻ വരുന്നില്ല പപ്പേ. പപ്പ സ്വന്തമായിട്ട് തള്ളിക്കോളും. ഇതാണ് ഗൈസ്, കണ്ടോ, ഇതാണ് കറക്റ്റ് ഭൂതങ്ങളുടെ വീട് ഇവിടെ ആയിരുന്നു. ഭൂതങ്ങളുടെ വീട് കണ്ടോ, ഇതാണ് ഭൂതത്താൻകെട്ടിൻ്റെ മെയിൻ സ്ഥലം. ഭൂതങ്ങളുടെ മെയിൻ വാസം ഇവിടെയായിരുന്നു. ഈ പാറ അതിൻ്റെ ഇടയിൽ ഗുഹയ്ക്കാണ്, അതിൻ്റെ ഇടയിലേക്കാണ് ഭൂതങ്ങൾ ജീവിച്ചിരുന്നത്. അതാണ് ഇതിന് ഭൂതത്താൻകെട്ട്. കണ്ടോ, ഒരു പ്രത്യേകതരം പാറയെ നമുക്കൊന്നും മനസ്സിലാവില്ല ഈ പാറേനെ കാണുമ്പോൾ. ഇത് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. കണ്ടോ, ഈ പ്രത്യേക വൈബുള്ള സ്ഥലം. അത് അവിടെ വെള്ളം ഭൂതങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെള്ളം.
അത് കുടിക്കാനും കുളിക്കാനും അങ്ങനെയൊക്കെയുള്ള വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റി സ്ഥലം കണ്ട ഗൈസ്. ഭൂതത്തിൻ്റെ മെയിൻ വാസസ്ഥലം എവിടെയാണ്? മെയിൻ വാസസ്ഥലം ഈ പാറമയാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഭൂതത്തെ കണ്ടിരിക്കുന്നു. ഭൂതത്തങ്കട്ട് വന്ന് ഞങ്ങൾ ഭൂതത്തിൻ്റെ സകല പരിപാടികൾ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. അവിടെയാണ് ഭൂതത്തിൻ്റെ തറവാടായിരുന്നത്. ഭൂതത്താൻ തറവാട് ഹേ ഉദർ ഹേ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഭൂതത്തിനായിട്ട് ചെറിയ സംഭവത്തിലേക്ക് ഏർപ്പെട്ടു. ഭൂതം പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല. ഭൂതത്തിൻ്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ശരീരം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു വെറൈറ്റി സൗണ്ടൊക്കെ വന്ന് ഭൂതത്തെ കണ്ടു. അപ്പോൾ ഇതാണ് ഭൂതത്താങ്കട്ട്. നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഭൂതത്താങ്കട്ട് എന്ന് പറയുമ്പോൾ പുതിയ ഇതാണ് കാണിക്കുക, അണക്കെട്ട്. അവിടെ ചെന്നിട്ട് അവരോട് ചോദിക്കുക പഴയ ഭൂതത്താങ്കട്ട് ഒറിജിനൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരും. പുതിയ പാലത്തും കൊണ്ട് ഇവിടെ നേരെ വന്നാൽ മതി. പൊളിയാണ് പൊളി. ഭൂതം എന്ന് പറഞ്ഞാൽ മുത്താണ് ഭൂതം. ഭൂതം നമ്മുടെ മുത്താണ്. ചക്കര ഉണ്ണി ഭാവിയാണ്, തക്കുടുമാണ് നമ്മുടെ ഭൂതം. ഒന്നും ചെയ്തില്ല ഞങ്ങളുടെ ഭൂതം. ആണ് ഭൂതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഐ ലവ് യു ഭൂതം, ഐ ലവ് യു, മിസ് യു ബ്രോ ഭൂതം പറഞ്ഞു. എന്നെ വേണ്ടേ ഭൂതം